ഇന്ന് ബിഗ് ബോസിനകത്ത് കിച്ചൺ ഏരിയയിൽ അക്ബറും നമ്മുടെ അനീഷും തമ്മിൽ ഭയങ്കരമായ ഒരു വഴക്ക് നടക്കുന്നുണ്ട്. ചപ്പാത്തിക്ക് വെള്ളം കൂടിപ്പോയി. അത് കാരണം ചപ്പാത്തി പരത്താൻ പറ്റുന്നില്ല. ഇന്നലെ ചപ്പാത്തിക്ക് കുഴച്ച മാവിനകത്ത് വെള്ളം കൂടിപ്പോകുന്നത് കൊണ്ട് ചപ്പാത്തി പരസ്പരം ഒട്ടിപ്പോയി എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ അനീഷിനെ ഇഷ്ടപ്പെടുന്നില്ല. അനീഷ് തിരികെ പ്രതികരിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വാക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലൂടെ വേറൊരു സംഭവം കൂടെ അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഉം, നിവിനും ഇതിനിടയിലൂടെ സംസാരിക്കുന്നുണ്ട്. അനുമോൾ ഇതിനിടയിലൂടെ സംസാരിക്കുന്നു. അനീഷിന് അഗൻസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ ബീം ബാഗിലോട്ട് ചെന്ന് നമ്മുടെ നിവിൻ കയറിയിരിക്കുന്ന ഒരു രംഗമുണ്ട്. ചാടി അതിന്മേലോട്ട് ചെന്നത് പെട്ടെന്ന് തന്നെ ബീം ബാഗ് പൊട്ടി അതിനകത്തുണ്ടായിരുന്ന ആ ബൗളുകളെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ ആര്യനോട് ഇരിപ്പുണ്ട്, നോവിൻ ഇരിപ്പുണ്ട്, മറ്റേ നമ്മുടെ ബിന്നിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ബിന്നി പറയുന്നു, നീ അല്ലേ ഇത് ചെയ്തത്, പെട്ടെന്ന് തന്നെ വാരി ഇടണമെന്ന് പറയുന്നത്. അങ്ങനെ നിവിൻ അവിടെ നിന്ന് അതെല്ലാം ബീം ബാഗിനകത്ത് ആ ബോളുകളെല്ലാം വാരിയിടാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് വാരിയിട്ടുകൊണ്ടിരിക്കുന്നു. കുറച്ച് വാരിയിട്ട് ബാക്കിയുടെ വാരിക്കൂട്ടി വെക്കുമ്പോൾ നമ്മുടെ ആര്യം വന്ന് അത് തട്ടിക്കളയുന്നുണ്ട്. തട്ടിക്കളഞ്ഞിട്ട് നേരെ ആര്യം ഞങ്ങൾ കിച്ചൺ ഏരിയയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിവിൻ ദേഷ്യപ്പെട്ട്, അറിയാമല്ലോ നിവിൻ ദേഷ്യപ്പെടുന്ന സ്വഭാവം, ദേഷ്യപ്പെട്ടിട്ട് എന്തൊക്കെയോ പറയുന്നു. ഇനി ഞാനത് ചെയ്യത്തില്ല എന്നുള്ളത്, നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ, എന്നെക്കൊന്നും ഇതിന് പറ്റത്തില്ല, മനഃപൂർവ്വമാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞിട്ട് നേരെ പുള്ളിക്കാരൻ ഇവിടെ വന്ന് ബാത്റൂമിലോട്ട് ഓടി പോകുന്നുണ്ട്. അപ്പം ബിന്നി തൊട്ട് പിന്നാലെ ചെല്ലുന്നുണ്ട്, ബാത്റൂമിൽ കയറി കതക് അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് വെളിയിൽ നിന്നിട്ട് ബാത്റൂമിൽ നിന്നിട്ട് പറയുന്നുണ്ട്, നീ വന്നിട്ട് ഇത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇല്ല ഞാൻ വരത്തില്ല, ഞാൻ ചെയ്യത്തില്ല, നിങ്ങളെല്ലാവരും കൂടെ മനഃപൂർവ്വം ചെയ്ത പരിപാടി, ഇനി ഞാനിത് ചെയ്യത്തില്ല പറയുന്നു. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആര്യം ചെന്ന് വിളിക്കുന്നുണ്ട്. ആര്യം ചെന്ന് വിളിച്ചിട്ട് പ- ഇറങ്ങി വരുന്നുണ്ട്. നിവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിവിൻ എന്തെങ്കിലും പിണക്കം വിട്ടാണ് അധികം നേരം നീണ്ടു നിൽക്കത്തില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് സോൾവായിട്ട് മാറുന്ന വ്യക്തിയാണ് നിവിൻ. പിന്നെ ആര്യനാണെങ്കിൽ നിവിനെ അവിടെ ഉന്തിത്തള്ളി കൊണ്ടുവരുന്നുണ്ട്. കൊണ്ടുവന്നതിന് ശേഷം എന്തായാലും പിന്നെ അതവിടെ വാരി വെക്കാൻ നമ്മുടെ നോവിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ നിവിൻ അത് വാരി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിലൂടെ എന്തുവാ മൈക്ക് എടുക്കുന്നില്ല. നിവിൻ മൈക്ക് എടുക്കാതിരിക്കുമ്പോൾ നമ്മുടെ